بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا دركنا. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 21-ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തിരുദർശനത്തെ കുറിച്ചാണ്. അതിൽ ഏകദേശം 4 ക്ലാസ്സുകളിലായി നാം അപഗ്രഥിച്ചത്. ഇനി അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. അവസാനം നാം പറഞ്ഞു വെച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയ ഡോസിൽ ഔലിയായിൽപ്പെട്ട മഹാന്മാർ, കിബാറുൽ ഔലിയായി, പ്രഗത്ഭരായ ഔലിയായി വലിയ ഡോസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ ദർശിക്കും എന്നാണ് നാം പറഞ്ഞത്. ആ ദർശനത്തിൻ്റെ അനുഭൂതിയും അന്നേരമുണ്ടാവും വലിയനിക്ക് ഉണ്ടാവുന്ന അവസ്ഥയും എപ്പോഴാണ് വലിയനിക്ക് അങ്ങനെ ഉള്ള അനുഭൂതിയിലേക്ക് എത്താൻ കഴിയുക എന്നെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത്. അങ്ങനെ ഒരു വലിയനിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണ ഡോസിലായി, പൂർണ്ണ ഡോസ് എന്ന് പറഞ്ഞാൽ ഒന്നും പൂർണ്ണമല്ല. തിരുനബിയെ കാണുന്ന ദർശനത്തിൻ്റെ ഡോസ് ആർക്കും പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമാകുകയുമില്ല. സ്വർഗത്തിൽ ചെന്നാലും അത് പൂർത്തിയാകൂല. പൂർണ്ണ ഡോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ തുടക്കം എന്നർത്ഥം. പൂർണ്ണതയുടെ തുടക്കം, അനന്തമായി പൂർണ്ണതകൾ നിലനിൽക്കുന്നുണ്ട്. ആ പൂർണ്ണതയുടെ തുടക്കത്തിലുള്ള ഡോസ് അത് ഒരു വലിയനിക്ക് കാണാൻ സാധിച്ചാൽ പിന്നീട് ആ വലിയനിക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിധം 2,47,999 മഖാമ് വിട്ടുകടന്ന വലിയാണ് അങ്ങനെയുള്ള ദർശനം എത്തിക്കുക എന്ന് നാം പറഞ്ഞു. ആ ദർശനം എത്തിച്ച വലിയ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉണർവിൽ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട്, ബസീറത്ത് കൊണ്ട് ദർശിക്കും. അല്ലാഹുവിനെ കാണാൻ കഴിയും. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതിനേക്കാളും വലിയ അനുഭൂതിയാണ്. സുമ്മ യതഅല്ലഖു ഫിക്റുഹു, പിന്നീട് ആ വലിയൻ്റെ ചിന്ത ബന്ധിക്കുന്നതാണ് ബിറബ്ബിഹി, റബ്ബ് തആലയുമായി ബന്ധിക്കും. കാരണം റബ്ബ് അല്ലാത്ത സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളവരും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സമ്പൂർണതയുമുള്ള പടപ്പാണ് നൂർ മുഹമ്മദി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയ ഡോസിൽ, പൂർണ്ണതയുടെ ഡോസിൽ ദുനിയാവിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കാണാൻ കഴിവുള്ള ആ കണ്ണിന് അള്ളാഹുവിനെ കാണാനുള്ള ഊർജം ലഭിച്ചു. അത് തിരുനബിയെ കാണുന്ന ആ കാഴ്ച ദുനിയാവിൽ സ്വഹാബത്ത് ദുനിയാവിൽ വഫാത്തിൻ്റെ മുമ്പ് കണ്ട ഡോസല്ല. സ്വഹാബത്ത് ഭൂമുഖത്ത് റസൂലുള്ളാഹി ഉണ്ടായിരുന്ന സമയത്ത് കണ്ട ഡോസല്ല. അതിനേക്കാൾ പവറുള്ള ഡോസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഫാത്തിന് ശേഷം പ്രഗത്ഭരായ ഔലിയായി ഉണർവിൽ കാണുന്നത്. അപ്പോൾ ആ കാഴ്ച കാണാനുള്ള പക്വത ഒരു മനുഷ്യന് ലഭിച്ചാൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യന് പിന്നെ അള്ളാഹുവിനെ ഉണർവിൽ തന്നെ, മുഖത്തുള്ള കണ്ണുകൊണ്ട് കാണാൻ അള്ളാഹിനെ കാണാൻ കഴിയില്ലെങ്കിലും ഹൃദയത്തിലുള്ള കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിവ് ആർജിക്കുന്നു, ഊർജം
ആ മനുഷ്യൻ ആർജിക്കുന്നു. ഫയഗീബു ഫീഹി, അള്ളാഹുവിനെ ഇനി കാണാൻ പോവുകയാണ്. റസൂലുള്ളാഹിനെ കണ്ടു കഴിഞ്ഞാൽ അധികം വൈകാതെ അള്ളാഹുവിനെ ദർശിക്കും. ആ അള്ളാഹുവിനെ ദർശിക്കുന്നതിനുള്ള അടയാളം എന്താ? ഫയഗീബു ഫീഹി മിസ്ലൽ ഗൈബത്തി സാബിഖ, നേരത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണ രൂപത്തിൽ കാണാൻ നാം പറഞ്ഞു. അതിൻ്റെ അടയാളം ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലയിച്ചു കൊണ്ടുള്ളൊരു ജീവിതമായിരിക്കും വലിയനുണ്ടാവുക. തിന്നുന്നതും കുടിക്കുന്നതും ഉറങ്ങുന്നതൊന്നും യഥാർത്ഥത്തിൽ വലിയ അത് അറിയുന്നില്ല. മറിച്ച് വലിയൻ്റെ ചിന്ത ഉറക്കത്തിലും ഉണർവിലും വലിയൻ്റെ ചിന്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ. അങ്ങനെ തിരുനബിയിൽ ലയിച്ചു കൊണ്ടുള്ള ഒരു അവസ്ഥ വലിയനിക്കുണ്ടാവും. എന്നതുപോലെ തിരുനബിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ കാണാനുള്ള തുടക്കങ്ങളായി. അള്ളാഹുവിലേക്ക് സിഗ്നൽ കിട്ടി, അള്ളാഹുവിനെ കാണാനുള്ള സിഗ്നൽ കിട്ടി. തിരുനബിയെ പൂർണ്ണ രൂപത്തിൽ കണ്ട പിന്നെ അള്ളാഹുവിൽ ലയിച്ചു പോകും. ആ വലിയ അള്ളാഹുവിൽ എങ്ങനെ ലയിക്കും? നേരത്തെ പറഞ്ഞതുപോലെ തിന്നുന്ന സമയത്തും തിന്നുന്നത് ഓർമ്മയില്ല, വെള്ളം കുടിക്കുന്ന സമയത്ത് അത് ഓർമ്മയില്ല. വലിയ എന്ത് ചെയ്യുന്നോ പ്രവർത്തിക്കുന്ന അന്നേരൊന്നും വലിയന് അത് ഓർമ്മയില്ല. വലിയ ഫുൾ ടൈം അള്ളാഹുവിലാണ്, ഖൽബ് ഫുള്ള് അള്ളാഹുവിലാണ്. അങ്ങനെ ഒരു അള്ളാഹുവിൽ മറഞ്ഞ, എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കപ്പെട്ട് അള്ളാഹുവിലായി ലയിച്ച മറഞ്ഞ ഒരു അവസ്ഥ വലിയനിക്ക് വരും. സൃഷ്ടികളിൽ നിന്ന് മറഞ്ഞു അള്ളാഹുവിൽ ലയിച്ചു, അങ്ങനെ ഒരു അവസ്ഥ വരും. ഫതഖഉലഹു, ആ ഒരവസ്ഥ ഉണ്ടായാൽ ഫതഖഉലഹു മുശാഹദത്തു റബ്ബിൽ അക്വാൻ, ലോക സൃഷ്ടാവായ ലോകനാഥനായ അള്ളാഹുവിനെ ദർശിക്കാൻ വലിയനിക്ക് സാധിക്കും, ദിവ്യ ദർശനം സംഭവിക്കും. വൈദാ കാനത്ത് മുശാഹദത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ഖീഹി കുല്ല നഈമിൽ ജിനാൻ. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം സ്വർഗത്തിൽ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളെയും അനുഭവിപ്പിക്കും തിരുനബിയെ കാണുന്ന ആ കാഴ്ചയിൽ. കാരണം സ്വർഗവും സ്വർഗത്തിലുള്ള സർവ്വതും സൃഷ്ടിക്കപ്പെട്ടത് തിരുനബിയുടെ ആ നൂറിൽ നിന്നാണ്. തിരുനബിയിൽ അതെല്ലാം ഉണ്ട്, നൂറ് മുഹമ്മദിയിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തിരുനബിയുടെ ആ പൂർണ്ണ രൂപത്തിലുള്ള ദർശനത്തിൽ സ്വർഗത്തിൽ അനുഭവിക്കാൻ പോകുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ കഴിയും എന്ന് തിരുനബിയെ കാണുന്നതിൽ തന്നെ നാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നൂറ് മുഹമ്മദിയെ മൊത്തം അള്ളാഹു തആല പഠിച്ചത് അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ടാണ്. അപ്പം പിന്നെ അള്ളാഹുവിനെ കാണുന്നതിൽ അതിൻ്റെ എത്രയോ ഇരട്ടി അള്ളാഹിനെ കാണുന്നതിൽ സുഖാനുഭൂതി അനുഭവിക്കാൻ കഴിയൂലേ? കഴിയും, അത് യാതൊരു സംശയമല്ല. വൈദാ കാനത്ത് മുശാഹദത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ഖീഹി കുല്ല നഈമിൽ ജിനാൻ, തിരുദർശനം, നബി ദർശനം സ്വർഗീയ എല്ലാ സുഖങ്ങളെയും സുഖിപ്പിക്കുമെങ്കിൽ ഫമാ ദന്നുക, നിന്റെ വിചാരം എന്താണ്? ബിമുശാഹദത്തി ഖാലിഖിഹി വ ഖാലിഖി കുല്ലി ഹുസാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മറ്റു എല്ലാ ഭംഗിയുള്ളവരെയും സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെ കുറിച്ച് നീ എന്താ വിചാരിക്കുന്നത്? അതെന്തായാലും തിരുനബിയുടെ ദർശനത്തേക്കാൾ എത്രയോ മടങ്ങ് ആസ്വാദനമുള്ളതായിരിക്കും, സുഖകരമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്, ഔലിയാ രണ്ട് വിധം ഉണ്ട്. ഒരു വിഭാഗം ഔലിയായി അവരുടെ ആദ്യകാലങ്ങളിൽ തിരുനബിയുമായി വല്ലാതെ, ആ തിരുനബിയെ വല്ലാതെ സ്നേഹിച്ചും മദ്ഹ് ചെയ്തും തിരുനബിയുടെ ബേക്കിൽ ഇങ്ങനെ വല്ലാതെ കൂടി മറ്റുള്ള എല്ലാ സംഗതികളെക്കാളും എപ്പോഴും ഓർമ്മ ചിന്തയും തിരുനബിയിലായിരിക്കും. അങ്ങനെ അവസ്ഥയുള്ള ഔലിയാക്കന്മാരുണ്ട് അവിടെ ആദ്യകാലത്ത്. അത് പിന്നെ അവരിങ്ങനെ വിലായത്തിലേക്ക് കയറിയതിന് ശേഷം തുടർന്ന് വരും. ചില ഔലിയ അങ്ങനെയല്ല, അവർ അള്ളാഹു എല്ലാ വലിയനും അള്ളാഹിനും റസൂലിനും സ്നേഹിക്കലും ഓർമ്മിക്കലും നിർബന്ധമാണ്. പക്ഷേ ചില ഔലിയാക്കന്മാർ രണ്ടാലൊരു വർഷം കൂടിപ്പോവും. ചില ഔലിയാക്കന്മാർ തിരുനബിയെ
മദ്ഹ് ചെയ്യുന്നതിലും ഓർക്കുന്നതിലും സമയം കണ്ടെത്തുമെങ്കിലും കൂടുതൽ അവരുടെ കാലവും സമയവും ചെലവഴിച്ചിട്ടുണ്ടാകുക അള്ളാഹുവിനെ ഓർക്കുന്നതിലും അള്ളാഹുവിനെ മദ്ഹ് ചെയ്യുന്നതിലും. അള്ളാഹിൻ്റെ മഹബത്ത് വലവത്തായവരുണ്ടാവും. രണ്ട് മഹബത്ത് ഒരുപോലെയാണെങ്കിലും അങ്ങനെ രണ്ട് വിഭാഗക്കാരുണ്ടാവില്ല. അവരിൽ ആർക്കാണ് കൂടുതൽ ഭാഗ്യമുണ്ടാവുക? അള്ളാഹിനെ അറിയുന്നതിൽ. അള്ളാഹുവിനെ അറിയുന്നതിലും ഉൾക്കൊള്ളുന്നതിലും കൂടുതൽ ഭാഗ്യം ആർക്കാ ലഭിക്കുക? അള്ളാഹിനെ ദർശിക്കുകയാണല്ലോ, അള്ളാഹിനെ കാണുകയാണല്ലോ. അള്ളാഹുവിനെ കാണുമ്പോൾ മഅരിഫത്ത് വർദ്ധിക്കണമല്ലോ, അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് കൂടണമല്ലോ. അപ്പോൾ ആർക്കാണ് കൂടുക? അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ മഹബത്ത് വെക്കുകയും പണ്ട് മുതൽക്കേ തിരുനബിയെ സ്നേഹിക്കുകയും തിരുനബിയെ മദ്ഹ് ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് വന്ന, വിലായത്തിലേക്ക് കയറിയതിന് ശേഷവും എന്ത് മനസ്സിലാക്കുമ്പോഴും തിരുനബിയിലൂടെ അത് മനസ്സിലാക്കുന്ന വലിയനിക്കാണ് അള്ളാഹുവിനെ കാണുന്ന കാഴ്ചയിൽ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുക, അള്ളാഹുവിനെ ഉൾക്കൊള്ളാനും അള്ളാഹുവിനെ അറിയാനും ആ ദർശനം ആസ്വദിക്കാനും കൂടുതൽ സാധിക്കുക. എന്താണ് കാരണം? അവിടെ തിരുനബിയുടെ ഒരു താങ്ങ് സ്പെഷ്യലായിട്ടുണ്ടാവും. തിരുനബിയിലൂടെയാണ് ഈ വലി. തിരുനബി എന്ന കണ്ണാടി മുന്നിൽ വെച്ചിട്ട് ആ കണ്ണാടിയിലൂടെയാണ് അള്ളാഹു ആകുന്ന സൂര്യനിലേക്ക് നോക്കുന്നത്. അപ്പോൾ അപകടകരമായ രശ്മികൾ ഇങ്ങോട്ട് വരൂല. അപകടകരമായ രശ്മി സൂര്യനിൽ നിന്ന് പതിക്കൂല. അതേ സമയത്ത് നേരെ ഡയറക്റ്റ് അള്ളാഹുവിനെ പിടിക്കുന്ന പോലെയാണെങ്കിലോ, തിരുനബി എന്ന കണ്ണാടിയിലൂടെ അല്ലാതെ അള്ളാഹുവിനെ ദർശിക്കുന്ന സമയത്ത് അപകടകരമായ രശ്മികൾ അള്ളാഹു ആകുന്ന സൂര്യനിൽ നിന്ന് വരുമ്പോൾ ആ രശ്മിയോടുകൂടെ ബോധം കെട്ടുപോകും. അള്ളാഹിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കാതായപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ സമയം പിടിച്ചു നിൽക്കാനുള്ള ഊർജം തിരുനബിയിൽ നിന്ന് ലഭിക്കും. അപ്പോൾ തിരുനബിയെ കാണുന്ന സമയത്ത് തന്നെ അത് ആ ഏറ്റവ്യത്യാസം മനസ്സിലാവും. തിരുനബിയെ പൂർണ്ണമായ രൂപത്തിലൊന്ന് കണ്ടതിന് ശേഷമാണ് അള്ളാഹിനെ കാണുക. തിരുനബിയെ കാണുന്ന ആ സമയത്ത് തന്നെ ആ കാഴ്ചയിൽ തന്നെ ആ ഏറ്റവ്യത്യാസം മനസ്സിലാവും. മുമ്പേ തിരുനബിയുമായി കൂടിയ വലിയാണെങ്കിൽ തിരുനബിയുടെ ആ കാണുന്ന ആ കാഴ്ചയിൽ നല്ല ശക്തിയോടുകൂടെ തിരുനബിയെ നല്ല സന്തോഷത്തോടുകൂടെയും ഊർജത്തോടുകൂടെയും തിരുനബിയെ ദർശിക്കുന്നു. പിന്നീട് ആ ഊർജം നഷ്ടപ്പെടാതെയാണ് അള്ളാഹിനെ ദർശിക്കാൻ സാധിക്കുക. അതേ സമയത്ത് മുമ്പ് കുറവുണ്ടായിരുന്നെങ്കിൽ ആ കുറവ് തിരുനബിയെ കാണുന്ന കാഴ്ചയിലും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് അള്ളാഹുവിനെ ദർശിക്കുന്നത് അനുഭവിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി, ദുനിയാവിൽ വെച്ച് അള്ളാഹിനെ കാണുന്ന ആളുകൾ അത് ഔലിയാക്കന്മാരാണ്. ആഖിറത്തിൽ വെച്ചേ കാണാൻ സാധിക്കൂ, അത് ഈമാനോടുകൂടെ മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങൾ. രണ്ട് കൂട്ടരുണ്ട്. ഈ രണ്ട് കൂട്ടർക്കും ദിവ്യദർശനം, അള്ളാഹിനെ കാണുക എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ സമ്പൂർണത ലഭിക്കണമെങ്കിൽ തിരുനബിയെ ദുനിയാവിൽ വെച്ച് ദർശിക്കുന്നതിൽ സമ്പൂർണത ലഭിക്കണം. എപ്പോഴെങ്കിലും ഒന്ന് സ്വപ്നം കണ്ടാലൊന്നും പോരാ. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലു അന്നു ബിൽ ഹുലുമി. തിരുനബി ഒന്ന് സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിലൂടെ എങ്ങനെ തിരുനബിയെ ശരിക്കും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കുമോ? ഇമാം ബൂസീരി ചോദിച്ചില്ലേ, എങ്ങനെയാ തിരുനബിയുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധിക്കുക? എപ്പോഴോ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ആ സ്വപ്നം കൊണ്ട് മതിയാക്കി തിരുനബിയെക്കുറിച്ചുള്ള അറിവ്. അവർക്ക് എങ്ങനെ തിരുനബിയെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ബൂസീരി ഇമാം. അപ്പം അതുപോരാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ കണ്ടിട്ട് എത്ര ഡോസിലാണോ തിരുനബിയെ ഉണർവിൽ കാണുന്നത്, അത്ര ഡോസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദുനിയാവിൽ വെച്ച് കാണുന്നവർക്ക് അങ്ങനെയും മഹ്ശറിൽ വെച്ച് കാണുന്നവർക്ക് ഖബറിൽ വെച്ച് സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ ആ കാഴ്ചയിലും അള്ളാഹുവിൻ്റെ ദർശനം നല്ല വിധം ഉൾക്കൊള്ളണമെങ്കിൽ ദുനിയാവെന്ന് കണ്ടോലാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ നല്ല ഡോസിൽ കണ്ടാൽ
ദുനിയാവ് സ്വർഗത്ത് ചെന്നതിന് ശേഷം അല്ലാഹു തആലയെ എല്ലാവരും കാണാനും സ്വർഗക്കാരൊക്കെ കാണുമെങ്കിലും കാഴ്ചകളൊക്കെ വ്യത്യാസമാണ്. അല്ലാഹു തആലക്ക് ജീവിതം മുഴുവനും അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രം പ്രവർത്തിച്ച് മൗത്തായ ആളാണ് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു. 91 വയസ്സ് അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം തുടങ്ങുന്നത് പ്രസവിച്ചത് മുതൽക്കല്ലേ. പ്രസവിച്ച അന്ന് രാത്രി പിറ്റേന്ന് റമദാൻ 1 അന്ന് മുതൽക്ക് നോമ്പ് പിടിച്ച ആളാണ്. ആ ചെറുപ്പം ശൈശവം മുതൽക്ക് വിലായത്തിനോട് എതിരായ ഒരു കാര്യങ്ങളും ചെയ്യാത്ത തീണ്ടാതെ ജീവിച്ച മഹാനാണ് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവർ അള്ളാഹിനെ കാണുന്നതും എന്നാൽ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ അറിഞ്ഞ് നിസ്കാരത്തിൻ്റെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തുടക്കം മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന ഒടുക്കം വരെ അവസാനം വരെ പൂർണ്ണമായി അള്ളാഹു ലയിച്ചുകൊണ്ട് ഒരു വഖത്ത് പോലും നിസ്കരിക്കാത്തവരാണ് നമ്മൾ. അങ്ങനത്തെ നമുക്ക് ആ നിസ്കാരത്തിൽ അള്ളാഹിനൊരു കാഴ്ച ഉണ്ട്. ഒരു മിഹ്റാജും ഒരു ദിവ്യദർശനം നിസ്കാരത്തിൽ വരാനുണ്ട്. മുഅ്മിനീങ്ങൾക്ക് നിസ്കാരത്തിലൊരു മിഹ്റാജ് ഉണ്ട്. മിഹ്റാജ് എന്താ? 7 ആകാശങ്ങളുടെ അപ്പുറത്തേക്ക് പോവുക, അർശിൻ്റെ അപ്പുറത്തേക്ക് പോവുക. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജ് നടത്തിയത്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ 7 ആകാശങ്ങൾക്ക് അപ്പുറത്തും അർശിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് പോകണം നമ്മൾ. അല്ലാഹു അക്ബർ, അങ്ങനെ പോകാൻ കഴിയണം. അപ്പോൾ നിസ്കാരത്തിലൊരു ദർശനമുണ്ട് അള്ളാഹുവിനെ. ആ ദർശനം നമുക്ക് നിസ്കാരത്തിൽ ലഭിച്ചിട്ടില്ല. നിസ്കാരത്തിൽ ആ ദർശനം ലഭിക്കുമ്പോഴല്ലേ നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നാം അള്ളാഹുവിലായി ലയിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. ഒരൊറ്റ വഖത്ത് പോലും അങ്ങനെ നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നിസ്കരിക്കാൻ സാധിക്കാത്ത നാം എങ്ങനെയാണ് ഗൗസുൽ ആലമിനെ പോലത്ത, അല്ലെങ്കിൽ മടവൂർ തങ്ങളെ പോലത്ത, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതൊരു വലിയുണ്ടോ, ചെറിയ വലിയാവട്ടെ പ്രഗത്ഭരായ വലിയാവട്ടെ, ഏത് വലിയുണ്ട് ആ വലിയൊക്കെ അള്ളാഹുവിനെ ദർശിക്കുന്ന കോലത്തിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. സാധാരണക്കാർ അള്ളാഹുവിനെ കാണുന്നത് അവരോട് യോജിച്ച ഡോസിലും അവസ്ഥയിലുമാണ്. പ്രത്യേകക്കാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാർ അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹുവിനെ കാണുന്നത്. അതുകൊണ്ടല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ ഫുൾ ടൈം അള്ളാഹിനെ കാണുന്നവരാണ്. അവർക്ക് വേറെ പണിയൊന്നുമില്ല. സ്വർഗത്തിൽ എന്തൊക്കെയോ സുഖങ്ങളുണ്ട്, സ്വർഗത്തിൽ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സുഖങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയല്ല. അവർ ഫുൾ ടൈം അള്ളാഹിനെ അങ്ങനെ കണ്ടിരിക്കലാണ്. അതിൻ്റെ ആവശ്യമില്ല, അത് വെറും പണിയാണ്. സ്വർഗത്തിലുള്ള മറ്റ് സുഖങ്ങളൊക്കെ സുഖിക്കുന്നത് വെറുതേന്. ഇപ്പോൾ ആപ്പിളിൻ്റെ രുചി അറിയണമെങ്കിൽ ആപ്പിൾ എടുത്ത് തിന്നിട്ട് വേണ്ടേ? നോക്കിയാൽ ആ രുചിട്ടൂലല്ലോ. ഹൂറുൽ ലിസാനെ അറിയണമെങ്കിൽ ഹൂറുൽ ലിസാനെ തൊട്ടിട്ട് വേണ്ടേ? നോക്കിയാൽ ആ രുചിട്ടൂല്ലോ. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹുവിനെ നോക്കിയിരുന്നാൽ തന്നെ ആപ്പിളുമായി എല്ലായി. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സമ്പൂർണ്ണ സ്വർഗത്തിൽ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ സുഖങ്ങൾ, സ്വർഗത്തിലുള്ള സുഖങ്ങൾ അവിടെ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അനുഭവിക്കാൻ, വലിയ ഡോസിൽ അനുഭവിക്കാൻ കഴിയും അള്ളാഹിൻ്റെ ദർശനത്തിൽ. അതുകൊണ്ട് അള്ളാഹു തആല അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താ? ഫുൾ ടൈം അള്ളാഹിനെ കാണാൻ. അങ്ങനെ കണ്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് വേറെ ഒരു ലോകമായിട്ടും ബന്ധമില്ല. അതിൽ പെട്ടതാണ് ഗൗസുൽ ആലമൊക്കെ, അക്തോബീങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം അതാ ഈ പറയുന്നത് വബി ഖദരി റസൂഹി മുശാഹദതി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനത്തിൻ്റെ ഡോസ് അനുസരിച്ച് തഹ്സുലു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആ കഴിവിനനുസരിച്ച് തഹ്സുലു ഫുതൂഹു മുശാഹദതിഹി തആല, അല്ലാഹു തആലയുടെ ദർശന സമയത്തുണ്ടാകുന്ന അറിവുകൾ
അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കഴിവ്, ആ കഴിവ് ലഭിക്കുന്നതാണ് തിരുനബിയെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥക്കനുസരിച്ചാണ് അള്ളാഹുവിനെ ദർശിക്കുമ്പോഴുണ്ടാകുന്ന അറിവുകൾ ലഭിക്കുക. വന്നളറാൻ, അള്ളാഹുവിനെ കണ്ടു നിൽക്കാനും സാധിക്കണമെങ്കിൽ ആ കണ്ടു നിൽക്കാൻ സാധിക്കുന്ന സമയം അവസ്ഥയൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോലുള്ള അവസ്ഥക്കനുസരിച്ചാണ്. വബിഖദ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്, എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് നബി. അള്ളാഹുവിനെ ദർശിക്കണോ, അതിനാദ്യം റസൂലിനെ ദർശിക്ക്, എന്നിട്ട് അള്ളാഹിനെ ദർശിക്കാൻ പറ്റൂ. അതിന് സ്വർഗത്ത് ചെന്നാലും അങ്ങനെയാണ്, ആദ്യം തന്നെ അള്ളാഹിനെ കാണിച്ചു തരില്ല. റസൂലിനെ ദർശിച്ചിട്ട് റസൂലിനെ ദർശിച്ചിട്ടൊന്ന് മനസ്സിലാക്കാനുണ്ട് അള്ളാഹിനെ കാണുന്നതിൻ്റെ മുമ്പ്. അതിൻ്റെ ശേഷമേ അള്ളാഹിനെ കാണിച്ചു തരൂ. അപ്പം അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ്, അള്ളാഹു അല്ലാത്ത ആരാധ്യനില്ല എന്ന് പറഞ്ഞ ആ അള്ളാഹു അനക്ക് തൊട്ടുവെച്ചാൻ പറ്റിയവനല്ല അള്ളാഹു. ആ അള്ളാഹുവിലേക്കുള്ള ഏക വഴി, ഏക ദൂതൻ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബിയാണ് അള്ളാഹുവിൻ്റെ ദൂതൻ. ആ ദൂതനിലൂടെ മാത്രമേ നിനക്ക് അള്ളാഹുവിനെ അറിയാനും ആസ്വദിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിലേക്ക് നിനക്ക് എന്തെങ്കിലും കിട്ടണോ, അതിന് അള്ളാഹ് പറഞ്ഞത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞോ എന്നാ. ഇത് വിശ്വസിച്ച് പറയണമെന്നാ. മുഹമ്മദ് നബിയാണ് ദൂതൻ, ദൂതനോട് ചോദിച്ചോ എന്നാ പറഞ്ഞു. ദൂതനിലൂടെ മാത്രമേ അല്ലാഹു തആല നമുക്ക് തരാനുള്ളതൊക്കെ തരുള്ളൂ. വബിഖദരി സ്വഫാഇൽ മുശാഹദത്തിൻ നബവിയ്യത്തി, തിരുദർശനത്തിൻ്റെ തെളിച്ചത്തിനനുസരിച്ച് തിരുദർശനം സംഭവിക്കുമ്പോൾ ആ തിരുദർശനത്തിൻ്റെ വ്യക്തതക്കനുസരിച്ച്, തെളിച്ചത്തിനനുസരിച്ച് യസൂലുൽ ഗമാമു അൻ മുശാഹദത്തി തആല വൽ അയാൻ, അല്ലാഹു തആലയുടെ ദർശനത്തിൽ നിന്നും അല്ലാഹുവിനെ നേർക്കുനേർ കാണുന്നതിൽ നിന്നുമുള്ള കാർമേഘം നീങ്ങിപ്പോവണമെങ്കിൽ ആ കാർമേഘം നീങ്ങിപ്പോവുക തിരുനബിയെ ദർശിക്കുന്നതിനുള്ള വ്യക്തതക്കനുസരിച്ചാണ്. തിരുനബിയെ ദർശിച്ചപ്പോൾ ഒരു വലിയനിക്ക് ഒരു ചെറിയ കാർമേഘത്തോടു കൂടെ, ഒരു പുകയോട് കൂടെയാണ് കാണാൻ കഴിയുന്നത് എങ്കിലോ അള്ളാഹുവിനെ ദർശിക്കുമ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക. അല്ല, തിരുനബിയെ ദർശിച്ചപ്പോൾ തീരെ മറയില്ലാതെ പൂർണ്ണ വ്യക്തതയോടുകൂടെ ദർശിച്ചിട്ടുണ്ടോ, എന്നാൽ അള്ളാഹുവിനെ ദർശിക്കുമ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക. എന്താ കാരണം? ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിർആത്തുൽ ഹഖ്, ഹഖ് തആലയുടെ മിററാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ കണ്ണാടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ എനിക്ക് തിരിയണോ, തിരുനബിയെ നീ തിരിച്ചേ പറ്റൂ. തിരുനബിയിലേക്ക് നോക്കിക്കോ, തിരുനബിയെക്കുറിച്ച് പഠിച്ചോ. അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് അറിയണോ, തിരുനബിയെക്കുറിച്ച് നീ അറിഞ്ഞോ. അള്ളാഹുവിൻ്റെ കണ്ണാടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൽഹറു ഫീഹാ, തിരുനബിയാകുന്ന കണ്ണാടിയിൽ പ്രകടമാകും അൽ ഹദറത്താൻ, സൃഷ്ടിലോകവും അതുപോലെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സ്വഭാവവും അള്ളാഹുവിൻ്റെ അവസ്ഥയും തിരുനബിയിലൂടെ പ്രകടമാകും. അങ്ങനെ ഒരു കണ്ണാടിയായിട്ടാണ് അള്ളാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചത്. അതാ നൂറ് മുഹമ്മദി. അള്ളാഹു തആല നൂറ് മുഹമ്മദിയെ പഠിച്ചപ്പോൾ അള്ളാഹു തആല പറഞ്ഞല്ലോ, മൻ അലിമക അലിമനി, നിങ്ങളെ അറിഞ്ഞവൻ എന്നെ അറിയും. മൻ ജഹിലക ജഹിലനി, നിങ്ങളെ ഒരാൾക്ക് അറിഞ്ഞില്ലെങ്കിലോ എന്നെ അറിയാൻ കഴിയൂല. സ്വർഗത്ത് പോയിട്ട് അള്ളാഹുവിനെ അറിയണമെങ്കിൽ ABCD പഠിക്കണം. നൂറ് മുഹമ്മദിയുടെ ABCD പഠിക്കണം. അതിനാണ് മൗലിദുൽ ഹുസ്നൈനി, അത് മൗലിദുൽ ഹുസ്നൈനി ചൊല്ലുന്നവരും അത് ഏറ്റെടുത്ത ആളുകളും
നൂറ് മുഹമ്മദിയെക്കുറിച്ച് ഒരു പഠനവേദി ഒരു ദിവസം സംഘടിപ്പിച്ചത് എന്തിനാ? സ്വർഗത്ത് പോയി നിനക്ക് അള്ളാഹിനെ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? നൂറ് മുഹമ്മദിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതെ അള്ളാഹുവിനെ അറിയാൻ കഴിയൂല. അപ്പം അള്ളാഹുവിനെ അറിയാനുള്ള ABCD ആണ് നൂറ് മുഹമ്മദ്. അത് പഠിക്കാത്തവർ അവിടെ പോയി പണിയെടുക്കേണ്ടി വരും, അവിടെ നിന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് തന്നെ പഠിച്ചാൽ ഇവിടെ തന്നെ ഒരുങ്ങാൻ കഴിയും. നമ്മളെ അമല്, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരവും നമ്മളെല്ലാ ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും സ്വലാത്തുകളും എല്ലാം ജീവസുറ്റതാവണമെങ്കിൽ നൂറ് മുഹമ്മദി ഉൾക്കൊള്ളണം. നൂറ് മുഹമ്മദി ചില്ലറ വിഷയമല്ല. വബിഹസബി സ്വഫാഇൽ മിർആത്തി, തിരുനബിയാകുന്ന കണ്ണാടിയുടെ തെളിച്ചത്തിനനുസരിച്ച് യസ്ഫുർഇയാൻ, കണ്ണാടി നല്ല തിരുനബി കണ്ണാടി അള്ളാനെ കാണാനുള്ള. അപ്പോൾ സെപ്റ്റുകൾ മൊത്തം കണ്ണാടി തന്നെയാണ്. പക്ഷെ ആ കണ്ണാടിയിൽ വെച്ച് അള്ളാഹിനെ തിരിയാൻ പറ്റുന്ന ഏറ്റവും നല്ല കണ്ണാടി അത് തിരുനബിയാവുന്ന കണ്ണാടിയാണ്. ഏതുപോലെ കണ്ണാടിക്കൊരവസ്ഥയുണ്ട്. നമ്മളൊക്കെ കണ്ണാടി കണ്ടവരാ. മിറർ കണ്ണാടി ഇങ്ങനെ നീണ്ട കണ്ണാടിയാണെങ്കിൽ അതിൽ നിൽക്കുന്ന ആളുകൾ വെച്ച് നീട്ടം കൂടിക്കൊണ്ടുണ്ടാവും. കണ്ണാടി ഈ നോക്കുന്ന വ്യക്തിൻ്റെ അത്ര അല്ലെങ്കിൽ അതിനേക്കാൾ വീതിയോ നീളമൊക്കെ ഉള്ളതാണെങ്കിലോ ആ വ്യക്തിയെ നല്ല രൂപത്തിൽ കാണാൻ കഴിയും. കണ്ണാടി ഇങ്ങനെയുള്ളൊരു നീണ്ട കണ്ണാടി ഇങ്ങനെ അത് വീതിയിൽ പിടിച്ചാലോ വേറെ കോലത്തിലാണ് കാണുക. അപ്പോൾ കണ്ണാടിയുടെ കോലത്തിനനുസരിച്ച് കണ്ണാടിക്ക് ഗ്ലാസ്സിന് വളവുണ്ടെങ്കിൽ കാണുന്ന വ്യക്തിക്ക് കുറഞ്ഞ വളവ് ഉണ്ടായി തോന്നും. കാണുന്ന വ്യക്തിക്ക് വയറ് വീർത്ത മാതിരിയൊക്കെ തോന്നും ചില കണ്ണാടിയിലേക്ക് നോക്കിയാൽ. അപ്പം കണ്ണാടിക്കനുസരിച്ച് കണ്ണാടി കാണിച്ചു തരുന്ന ആ ചിത്രത്തിനും വ്യത്യാസം വരും. എന്നതുപോലെ ഈ ലോകം മൊത്തം കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ അല്ലാഹു തആലയുടെ ഉണ്മ, അള്ളാഹു ഉണ്ടെന്ന് ആ കണ്ണാടിയിലൂടെ അല്ലാഹു തആല കാണിച്ചു തരികയാണ്. അതിനെപ്പറ്റി ഏറ്റവും നല്ല കണ്ണാടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് ലെവലുള്ള കണ്ണാടി. വയുസാദു സാദിസുൻ, 5 തിരുദർശനങ്ങളാണ് നാം പറഞ്ഞത്. അതിൽ ഉണർവിൽ കാണുന്നത് 2 രൂപം പറഞ്ഞു. ഇനി 3-മത്തെ രൂപം കൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് തിരുനബിയെ ഞാൻ ഉണർവിൽ കണ്ടു എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അത് പറയാൻ പറ്റൂല. പക്ഷേ 3-മത്തെ കാഴ്ച മുഹിബ്ബീങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് പറയാണ്. ഇതാണ് പല ആളുകളും പല സ്ത്രീകളും നല്ല മഹബത്തൊക്കെ ഉള്ള സ്ത്രീകൾ പതിവായി ബുർദ ചൊല്ലുന്നവർ അല്ലെങ്കിൽ മറ്റു നല്ല മൗലിദുകളൊക്കെ ചൊല്ലുന്ന ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടു എന്ന് പറയുന്നത് ഈ പറയാൻ പോകുന്ന കാഴ്ചയാണ്. ഉണർവിൽ കണ്ടു എന്ന് പറയുന്നത്. അങ്ങനെ ചില ആലിമീങ്ങളൊക്കെ കണ്ടു എന്ന് പറയാറുണ്ട്. മദീനത്ത് സിയാറത്ത് ചെയ്തപ്പോൾ കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. അത് ഈ കാഴ്ചയാണ്. ആയതാ വയുസാദ് സാദിസുൻ, 6-മത്തെ കാഴ്ചയും കൂടെ അധികമായി പറയാം. വഹുവ മുഷാഹദത്തു ഫിക്കിരിൻ, ചിന്താമണ്ഡലത്തിലൂടെയുള്ള കാഴ്ച. തഖഉലിമൻ ലഹു ഖാലിസുൽ മഹബ്ബത്തി വൽ ഇഖാൻ, തിരുനബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നല്ല ഉറപ്പായ വിശ്വാസമുണ്ട്, നല്ല ഉറച്ച മഹബത്തുമുണ്ട്. അങ്ങനത്തെ ആളുകൾ നല്ല മഹബത്തുണ്ട്, നല്ല വിശ്വാസമുണ്ട്. മൗലിദ് ഓതിയാലൊക്കെ അതുകൊണ്ട് നല്ല ഫലമുണ്ട്, അള്ളാഹു റസൂലിന് ഇഷ്ടപ്പെട്ട അമലാണ് എന്ന് ഉറപ്പുള്ള ആളാണ്. അതിൽ ഉറച്ച വിശ്വാസമുണ്ട്. മൗലിദ് നല്ലൊരു ഇബാദത്താവുന്നത് ആ മൗലിദ് കൊണ്ട് അല്ലാഹു തആല ഓതുന്ന വ്യക്തികളുടെ സംഘടിപ്പിച്ച വ്യക്തികളുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റുന്നത് ഓരോ വരി മൗലിദ് ചൊല്ലുമ്പോൾ അതിൻ്റെ ശേഷം സ്വലാത്തും തസ്ലീമും വസ്കാത്ത് അയ്യത്തിയത് സ്വലാത്തില്ലത് കൊണ്ടല്ല എന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. മറിച്ച് 15 വരിയുള്ള ബെയ്ത്ത് ഒന്നായിട്ട് ചെല്ലുകയാണ്. ആ ബെയ്ത്തിൽ നിന്ന് ഓരോ ബെയ്ത്തും تنقلت في أصلاب أرباب سودد قد الشمس في أبراجها تتنقل, അത് തന്നെ സ്വലാത്താണ്.
അത് തന്നെ അള്ളാഹു തആലാക്കും റസൂലിനും ഇഷ്ടപ്പെട്ട നല്ല ഇബാദത്താണ് എന്ന് ഉൾക്കൊണ്ട മനുഷ്യനാണ്. അതിൻ്റെ ശേഷം സ്വലാത്തും തസ്ലീമെന്ന് പറഞ്ഞാലേ അത് ഇബാദത്താവൂ, അല്ലെങ്കിൽ പറഞ്ഞാലേ അത് പൂർണ്ണാകൂ എന്നൊരിക്കലും പറയാൻ പാടില്ല. അത് അല്ലെങ്കിൽ തന്നെ പൂർണ്ണമാണ്. അങ്ങനെ ഉറപ്പുള്ള ആളാണ് മൗലിദിൽ. അല്ലാതെ മൗലിദ് ഇപ്പം എങ്ങനെ ഇബാദത്താകാതെ ഇബാദത്താണെങ്കിൽ അതിൻ്റെ അവസാന അടിയിലൊക്കെ കുറച്ച് സ്വലാത്തൊക്കെ വരുന്നുണ്ടല്ലോ. ആമിന മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹ ഫലമ്മൻ ദഖല നൂറു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇബാദത്തായി. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഇബാദത്തൊന്നല്ല, അതിൽ ചരിത്ര വായനയാണ് എന്ന് മനസ്സിലാക്കിയ സാധുക്കളുണ്ട്. ആ സാധുക്കളെ കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് അതൊക്കെ വലിയ മഹത്വമുള്ള ഇബാദത്താണ് എന്ന് ഉറപ്പിച്ച് വെച്ച വ്യക്തിയുമാണ്. അവന് റസൂലുള്ളാഹിനോട് വലിയ മഹബത്തുമുണ്ട്. അങ്ങനത്തെ വ്യക്തികൾ അങ്ങനെയുള്ള ബുർദയോ മറ്റു മൗലിദുകളോ സ്വലാത്തുകളോ ഒക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ അവർക്ക് ആ മഹബത്ത് ഇങ്ങനെ റസൂലുള്ളാഹിനോടുള്ള ചിന്ത ഇങ്ങനെ കൂടി വരും. ആ മഹബത്ത് ഇങ്ങനെ കൂടി വരും. അങ്ങനെ ഓരോ കൽബും മുത്തുനബിയിലാണ്ട് ലയിക്കും. ഞാൻ അപ്പം മുത്തുനബിനെ കാണുന്നുണ്ട് എന്ന് അങ്ങനെ തോന്നും. ആ തോന്നലിന് വന്നാൽ ചിലപ്പോൾ കണ്ണ് തുറന്നാലും മുന്നിൽ മുത്തുനബിൻ്റെ ഒരു രൂപം അങ്ങനെ രൂപപ്പെട്ട മാതിരി ഉണ്ടാവും. അത് ചിന്താമണ്ഡലത്തിലൂടെ വരുന്ന ഖയാൽ എന്ന് പറയും അതിന് അറബിയിൽ. അങ്ങനെ ഒരു കാഴ്ചയാണ്. അത് കൂടുതൽ സമയം നീണ്ടു നിൽക്കൂല ആ കാഴ്ച. ആ കാഴ്ചയെക്കുറിച്ച് ഞാൻ നബി തങ്ങളെ ഉണർവിൽ കണ്ടു എന്ന് പറയാനും പാടില്ല. ബിലാ അലാമത്തി മുഷാഹദത്തിൽ ഫത്ഹി. ഈ കാഴ്ചക്ക് നേരത്തെ നാം തൊട്ടു മുമ്പ് പറഞ്ഞ അല്ലാഹു തആല ദിവ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല മഅരിഫത്ത് ദിവ്യജ്ഞാനം നൽകാൻ കാരണമാകുന്ന തിരുദർശനം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ തിരുദർശനത്തിനേക്ക് പറഞ്ഞ അടയാളങ്ങളൊന്നും ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല, ഈ കാഴ്ചക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഷത്താനമാ ബൈനഹുമാ ഷത്താൻ. ഈ പറഞ്ഞ കാഴ്ചയും നേരത്തെ പറഞ്ഞ തിരുദർശനവും തമ്മിൽ വലിയ അന്തരമുണ്ട്. നസ്അലുക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, റബ്ബേ അൻ തഹബലനാ ലിഖാഅഹു, നിന്റെ തിരുനബിയുടെ ദർശനം ഞങ്ങൾക്ക് തരണേ, തിരുനബിയുടെ ലിഖാ ഞങ്ങൾക്ക് തരണേ. വൽ ഗൈബത ഫീഹി, തിരുനബിയെ കണ്ടാലും പോരാ, തിരുനബിയിൽ ലയനം തരണേ റബ്ബേ. തിരുനബിയെ കണ്ടിട്ട് പിന്നെ മഹബത്ത് കൂടി പിന്നെ തിരുനബിയിൽ ലയനം തരണേ. അതൊക്കെ നമ്മൾ ദ്വേർക്കണം. അതൊക്കെ ഉണ്ടാവുമോ? അതൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതല്ല ഈഖാനും മഹബത്തും. മഹബത്തും വേണം, പിന്നെ ഈഖാൻ വേണം. ഈഖാൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും. ഈഖാൻ തന്നെ സാധിക്കുന്നില്ല പിന്നെ ഉണ്ടാവില്ല. ഈഖാൻ ആദ്യം വേണം. വൽ ഗൈബത ഫീഹി, തിരുനബിയിൽ ലയനം തരണേ. ഹത്താ തനാലനൽ മുഷാഹദത്താൻ, അങ്ങനെ ലയനം കിട്ടിയാൽ തിരുനബിയിൽ ലയിച്ചുകൊണ്ട് കുറച്ച് ദിവസം അങ്ങനെ പോയി. അപ്പം പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണ ഡോസിൽ കാണാൻ കഴിയും ഉണർവിൽ. അത് കിട്ടിക്കഴിഞ്ഞാലോ അല്ലാഹുവിനെ കാണാൻ കഴിയും ഉണർവിൽ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. അല്ലാഹുവിൻ്റെ പ്രകീർത്തനവും അല്ലാഹുവിൻ്റെ രക്ഷയും വ അസ്കാ തഹിയ്യതി, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ അഭിവാദ്യവും അലൽ മുസ്തഫ, ഈ പ്രപഞ്ചങ്ങളിൽ നിന്ന് അല്ലാഹു തആല ആദ്യമായി പടക്കാൻ തെരഞ്ഞെടുത്ത സെലക്ട് ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. അൽ മുഖ്താർ, സൃഷ്ടികളിൽ നിന്ന് എല്ലാവർക്കും നൽകിയ സ്ഥാനങ്ങളെക്കാൾ സ്ഥാനം നൽകപ്പെടാൻ തിരഞ്ഞെടുക്കപ്പെട്ട നബി ഖൈരിൽ ബരിയത്തി,
സൃഷ്ടികളിൽ അത്യുത്തമനായ നബി ലിഖാഊക മത്ലൂബി വമാലി ഖസായിദു വദിക്റുക സാദി ഹുസ്നു ലന്നി ഖായിദു. അല്ലാഹ് ലിഖാഊക മത്ലൂബി, നബിയെ അങ്ങയെ കാണലാണ്. ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നതിന് മാത്രമല്ല പറയുക. ലിഖാ എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന വ്യക്തിയുമായി ഒരുമിച്ച് കൂടുക, കാണത്തക്ക രൂപത്തിൽ ഒരുമിച്ച് കൂടുക. കാണലും അതിൽപ്പെട്ടു. നബിയെ അങ്ങുമായി എനിക്ക് സംഗമിക്കണം, ഒരുമിച്ച് കൂടണം, അങ്ങയെ കാണണം. ആ കാഴ്ച, അങ്ങുമായുള്ള സംഗമം മത്ലൂബി, അതാണ് ഞാൻ തേടുന്നത്, ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്നത്, എൻ്റെ പ്രാർത്ഥന അതാണ്. വമാലി ഖസായിദു, അങ്ങയെ കാണണമെങ്കിൽ അത് അമൂല്യമാണ്. അങ്ങയെ ദർശിക്കണം, അങ്ങയോട് അടുത്തുകൂടണമെന്നൊക്കെ വാശി പിടിക്കാൻ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അത് അമൂല്യമല്ലേ? അതിനായി നിനക്കെന്ത് കൊടുക്കാനുണ്ട്, സമർപ്പിക്കാനുണ്ട്? വമാലി, എൻ്റെ സമ്പത്ത്, എൻ്റെ സമ്പാദ്യം, അതിനായി ഞാൻ ഒരുക്കി വെച്ച സമ്പാദ്യം. ഖസായിദു, ഏതാനും ചെറിയ കവിതകളാണ്, അങ്ങയെക്കുറിച്ച് മദ്ഹായി പാടിയ കവിതകളാണ്. വദിക്റുക സാദി, അങ്ങനെ ആ കവിതകൾ ഉണ്ടാക്കിയ കവിതകൾ പാടിക്കൊണ്ട് ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. വദിക്റുക സാദി, അങ്ങയെ സ്മരിക്കൽ, അങ്ങയെ ഓർക്കലും, അങ്ങയെ പറയലും, അങ്ങയെക്കുറിച്ച് മദ്ഹ് ചെയ്യലും സാദി, എൻ്റെ ഈ യാത്രയിലുള്ള ഭക്ഷണവും വെള്ളവും അതാണ്. എൻ്റെ ആത്മീയതയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ആഖിറത്തേക്കുള്ള യാത്ര, ആ യാത്രയിലാണ് നാം എല്ലാവരും. ആ യാത്രയിൽ എൻ്റെ ഭക്ഷണവും വെള്ളവും അങ്ങയുടെ മദ്ഹാണ്, അങ്ങയെ പരാമർശിക്കലാണ്, അങ്ങയെ ഓർക്കലാണ്. ഹുസ്നു ലന്നിയ ഖായിദു, അങ്ങനെ പോകുമ്പോൾ ഈ യാത്ര തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായല്ലോ, 52-53 വർഷമൊക്കെ ആയല്ലോ ഈ യാത്ര തുടങ്ങിയിട്ട്. നിനക്ക് നിരാശ വരുന്നില്ലേ? ഈ യാത്ര നിർത്തിവെക്കണമെന്ന് തോന്നുന്നില്ലേ? വൽ ഹുസ്നു ലന്നി, എൻ്റെ നല്ല പ്രതീക്ഷ, എൻ്റെ നല്ല പ്രതീക്ഷ ഖായിദു, അത് ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിലും അത് സംഭവിക്കുമെന്നുള്ള ആ പ്രതീക്ഷ, നല്ല പ്രതീക്ഷ, അത് ഖായിദു, എന്നെ കൈപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് ചലിപ്പിക്കുന്നു. വകം ജാല ഫിക്രി ഫീക യൗമൻ വലൈലതൻ വമദ്ഹൂക നൂറുൽ ഖൽബി ലിർറൂഹി അളിദു. അല്ല നബിയെ, വകം ജാല ഫിക്രി ഫീക, അങ്ങയെക്കുറിച്ച് ഞാൻ ഓർത്തുകൊണ്ട് എത്രയാണ് എൻ്റെ ചിന്താമണ്ഡലം ചലിച്ചിട്ടുള്ളത്. വകം ജാല ഫിക്രി, എൻ്റെ ചിന്ത എത്രയാണ് കറങ്ങിയത്. ഫീക, അങ്ങയെക്കുറിച്ച് യൗമൻ വലൈലത്തൻ, ദിനരാത്രങ്ങളിൽ, പകൽ മുഴുവനും അതുപോലെ രാത്രിയും അങ്ങയെക്കുറിച്ച് എത്രയാണ് എൻ്റെ ചിന്ത കറങ്ങിയത്. വമദ്ഹുക നൂറുൽ ഖൽബി, അങ്ങയുടെ മദ്ഹ്, അങ്ങയെക്കുറിച്ച് മദ്ഹ് പറയുന്നത് നൂറുൽ ഖൽബി, എൻ്റെ കൽബിനിക്ക് നൂറ് തരുന്ന സംഗതിയാണ്, എൻ്റെ ഹൃദയത്തിനിക്കത് പ്രകാശം തരുന്നു. ലിർറൂഹി അളിദു, മാത്രമല്ല എൻ്റെ ആത്മാവിനിക്ക് അങ്ങയുടെ മദ്ഹ് ശക്തി പകരുകയും ചെയ്യുന്നു, ശക്തി നൽകുന്നു. വകം നിൽതു മിൻ ജദ്വാക കമാ കുന്തു റാജിയ, ഞാൻ എങ്ങനെയാണ് നിരാശനാവുക? ഞാൻ അവിടുന്ന് ആവശ്യപ്പെടുന്ന പലതും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിന് നിരാശപ്പെടണം? വകം നിൽതു മിൻ ജദ്വാക, അങ്ങയുടെ ധർമ്മത്തിൽ നിന്ന് ഞാൻ എത്രയാണ് അനുഭവിച്ചത്. മാ കുന്തു റാജിയൻ, ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാൻ ആഗ്രഹിച്ച എത്രയോ സംഗതികളാണ്
അങ്ങയുടെ ധർമ്മത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. വമൻ സാദഖൂനി, എന്നോട് വലിയ സ്നേഹം പ്രകടിപ്പിച്ചവർ, എന്നോട് വലിയ ഫ്രണ്ട്ഷിപ്പ് കാണിച്ച ആളുകൾ, ഖദ് അബൂ വയ്യുസായിദു, എന്നെ സഹായിക്കാൻ വിസമ്മതിച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ അങ്ങയുടെ സഹായമാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ ഞാൻ എങ്ങനെയാണ് നിരാശപ്പെടുക? എനിക്ക് ലഭിച്ചതെല്ലാം അങ്ങയുടെ ധർമ്മത്തിൽ നിന്നല്ലേ, അങ്ങയിൽ നിന്നല്ലേ. വഖദ് ഖാബ മൻ വദ്ദൂ സുലൈമാ വമയ്യതൻ വലൈലാ വഹിന്ദൻ ലം തനൽഹും അവായിദു. എനിക്ക് പറയാനുള്ളത്, വ്യക്തമായി പറയാനുള്ളത്, വഖദ് ഖാബ മൻ വദ്ദൂ സുലൈമാ, സുലൈമയെ സ്നേഹിച്ച് പ്രേമിച്ച് സുലൈമയുടെ ബേക്കിൽ കൂടിയ ആളുകൾ, അല്ലെങ്കിൽ സലമയുടെ ബേക്കിൽ കൂടിയ ആളുകൾ, അല്ലെങ്കിൽ ഉമ്മു സലമയുടെ ബേക്കിൽ കൂടിയ ആളുകൾ, അവരിന്ന് സ്നേഹിച്ച് പ്രേമിച്ച് നടന്നാൽ അവരൊക്കെ പരാജയപ്പെട്ടു പോയി. പഴയ കാലത്ത് അറബികൾ വല്ലാതെ പ്രേമിച്ചുകൊണ്ട് നടന്നിരുന്ന ലോകപ്രസിദ്ധരായ കാമുകികളുടെ പേരാണ് സുലൈമ, മയ്യ, ലൈല, ഹിന്ദ്, അങ്ങനെയുള്ളവർ. അങ്ങനെയുള്ള ആളുകളൊക്കെ പരാജയപ്പെട്ടു പോയി. അവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. അവരെയും ലഭിച്ചില്ല, വേറൊന്നും അവർക്ക് ലഭിച്ചില്ല. എന്നാൽ വഖദ് ഖാബ മൻ വദ്ദൂ സുലൈമ, സുലൈമയെ പ്രേമിച്ചവർ അവർ പരാജയപ്പെട്ടു പോയി. വമയ്യതൻ, മയ്യയെ സ്നേഹിച്ചവർ, മയ്യയെ പ്രേമിച്ചവർ പരാജയപ്പെട്ടു. വലൈല, ലൈലയെ പ്രേമിച്ചവരും പരാജയപ്പെട്ടു. വഹിന്ദൻ, ഹിന്ദിനെ പ്രേമിച്ചവരും പരാജയപ്പെട്ടു. ഹിന്ദ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മുത്തനബിൻ്റെ ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പേരാണ് ഹിന്ദ്. ഹിന്ദിനെ പ്രേമിച്ചവരും പരാജയപ്പെട്ടു. ലം തനൽഹും അവായിദു, അവർക്കൊന്നും ഒരു ഉപകാരവും ഉണ്ടായില്ല. അവരുടെ പ്രേമം കാരണത്താൽ അവർ കുറെ കാലം പ്രേമിച്ചു നടന്നു എന്നല്ലാതെ അതുകൊണ്ട് അവർക്ക് ഒരു ഫലവും ലഭിച്ചില്ല. മുഹിബ്ബൂക ഫിദ്ദാറൈനി യഹ്ളാ തനാലുഹു ഫുതുഉൻ നദാ വൽ മത്ലബുൽ മുതബഇദു. എന്നാൽ അനാവശ്യ പ്രേമങ്ങളുടെയും അനാവശ്യ സ്നേഹങ്ങളുടെയും അവസ്ഥ അനന്തര ഫലം അത് പരാജയമാണെങ്കിൽ അങ്ങനെയല്ല നബിയെ, അങ്ങയെ പ്രേമിക്കുന്നവരുടെ, അങ്ങയെ സ്നേഹിക്കുന്നവരുടെ അവസ്ഥ. മുഹിബ്ബുക ഫിദ്ദാറൈനി യഹ്ളാ, അങ്ങയെ സ്നേഹിക്കുന്നവര്, അങ്ങയെ പ്രേമിക്കുന്നവര്, അങ്ങയെ മഹബത്ത് വെക്കുന്ന ആളുകള്, അവർ ഭാഗ്യവാന്മാരാണ്. ഇവിടെയും അവിടെയും എവിടെയും അവർ ഭാഗ്യവാന്മാരാണ്. തനാലുഹു ഫുതുഹുൻ നദാ, അങ്ങയെ സ്നേഹിച്ച ആളുകൾക്ക് ധർമ്മത്തിന്റെ പല കവാടങ്ങളും തുറക്കപ്പെടും. വൽ മത്ലബുൽ മുതബഇദു, വിദൂരമെന്ന് തോന്നുന്ന പല ലക്ഷ്യങ്ങളും അവർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. ഫഹല്ലി, അങ്ങനെയാണ് കാര്യമെങ്കിൽ, അങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിൽ, അങ്ങയെ സ്നേഹിച്ചവർക്ക് ലഭിക്കാത്ത പലതും ലഭിക്കുമെങ്കിൽ, വിദൂരമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അത് അടുത്ത് തന്നെ സംഭവിക്കുമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ നബിയേ, ഫഹല്ലി ലിഖാഉർ റൂഹി ലിദ്ദാതി ബയ്യിനാ വഹല്ലി ലിഖാഉം ഫീ സുഇലി വശാഹിദു. ഫഹല്ലി, നബിയെ എനിക്ക് അവകാശമുണ്ടോ, എനിക്ക് പറ്റുമോ, എനിക്ക് തരുമോ എന്നർത്ഥം. ലിഖാഉർ റൂഹി, എൻ്റെ ആത്മാവ് ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഖൽബ് അല്ല, എൻ്റെ ഹൃദയമല്ല, മറിച്ച് എൻ്റെ ആത്മാവ് ദർശിക്കണം. ലിദ്ദാത്തി,
അങ്ങയുടെ ദാത്തു ശരീഫയെ, അങ്ങയുടെ യഥാർത്ഥ ശരീരത്തെ എൻ്റെ ആത്മാവ് ദർശിക്കണം. ബയ്യിന, വ്യക്തമായി ദർശിക്കണം. അത് യാതൊരു മറയുമില്ലാതെ ദർശിക്കണം. സ്വപ്നത്തിൽ ദർശിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്വപ്നത്തിൽ ഹൃദയം ദർശിക്കുന്നതുമുണ്ട്, സ്വപ്നത്തിൽ ആത്മാവ് ദർശിക്കുന്നതുമുണ്ട്. അപ്പോ നബിയെ, എൻ്റെ ആത്മാവ് അങ്ങയുടെ ശരീരത്തെ വ്യക്തമായി സ്വപ്നത്തിൽ ദർശിക്കുന്ന ഒരവസ്ഥ അത് എനിക്ക് നൽകുമോ, എനിക്ക് ഉണ്ടാകുമോ? അങ്ങനെയുള്ള ഒരു അനുഭൂതി ഉണ്ടാകുമോ നബിയെ? അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായാൽ മറ്റൊരു ആഗ്രഹമുള്ളത്, എനിക്ക് അങ്ങയൊന്ന് കാണാൻ സാധിക്കണം. ഫീഹി സുഅലി, കണ്ടാൽ പോരാ, ആ കാഴ്ചയിൽ എനിക്ക് നല്ലൊരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുണ്ട്. എനിക്ക് ഒരു കാര്യം അങ്ങയോട് ആവശ്യപ്പെടാനുണ്ട്. അങ്ങനെ ഒരു ദർശനം എനിക്ക് നൽകുമോ? വശാഹിദു, സ്വപ്നത്തിൽ അങ്ങ് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ. പക്ഷേ ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ആ മറുപടിക്ക് ഒരു സാക്ഷിയും വേണം, ഒരു തെളിവും വേണം. അങ്ങ് പറഞ്ഞു തന്ന മറുപടിക്ക് ഒരു തെളിവും കൂടെ വേണം. എന്താണ് ആ ചോദ്യം? എന്താണ് ആ മറുപടി? ഒന്നും ഇവിടെ പരസ്യമായി പറയേണ്ടതില്ല. വഹല്ലി റസൂലല്ലാഹി യാ അക്രമൽ വറാ ലിദാതിക ബിൽ ഫതിഹിൽ മുബീനി ഉശാഹിദു. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് നമുക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് പറഞ്ഞ് നമുക്ക് കനിഞ്ഞേകിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നമ്മളെ വാപ്പാനോടും ഉമ്മയോടും അല്ലേ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ കുട്ടികൾ പറയാം. അതിനേക്കാൾ വിശദമായിട്ടും അതിനേക്കാൾ പരിഗണിക്കുമെന്ന ഉറപ്പിലും നമുക്ക് പറയാൻ പറ്റിയ നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ വാപ്പയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മടിയും വേണ്ട, തിരുനബിയോട് നമുക്ക് പറയേണ്ടതൊക്കെ പറയാം. ആ പറച്ചില് ഈഖാനുണ്ടോ? പറയുന്ന വ്യക്തിക്ക് ഉറപ്പുണ്ടോ? പറഞ്ഞാലൊക്കെ കിട്ടും എന്നുള്ള ഉറപ്പ്. അതുപോലെ മഹബത്തും ഉണ്ടോ? എന്നാ തരും, പറഞ്ഞത് തരും എന്ന് ഉറപ്പാ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ചോദ്യമൊക്കെ കഴിഞ്ഞു, ആ മറുപടിയൊക്കെ കിട്ടിപ്പോയി. വഹല്ലി റസൂലല്ലാഹി യാ അക്രമൽ വറാ ലിദാതിക ബിൽ ഫതിഹിൽ മുബീനി ഉശാഹിദു. അതിന്റെ മേലക്കുള്ള വേറെ സംഭവമാണ്. അത് തരുമോ എന്നാ ചോദിക്കണേ. അതൊക്കെ നമുക്ക് ഈക്കാനുണ്ടാകുമ്പോൾ ചോദിക്കാലോ. ചോദിച്ചാലൊരു ചോദ്യമല്ലേ പോകുള്ളൂ. മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മളതിന് അർഹരല്ല മനസ്സിലാവും. എന്നാലും ചോദിക്കാതിരിക്കണ്ട. വഹല്ലി റസൂലല്ലാഹ്, മൗലിദുൽ ഹുസ്നൈനി നിനക്ക് മടിയില്ലാതെ നല്ല ഉറപ്പിലും മഹബത്തിലും എല്ലാ ദിവസവും ചൊല്ലാൻ കഴിയോ? എന്നാ ഈ ഒരുവിധം സംഭവങ്ങളൊന്നും നേടാൻ കഴിയൂല എന്ന് വിചാരിക്കണ്ട. കഴിയുമെന്ന് വിചാരിച്ചു, നേടാൻ കഴിയും. മൗലിദുൽ ഹുസ്നൈനി ഒരു വർഷം ഇടമുറിയാതെ നല്ല മഹബത്തിലും നല്ല അദബിലും ഒരു വർഷം ചൊല്ലിയവർക്ക് എന്തായാലും അമാവിനെ പറ്റി തിരിയും. തിരിയാത്ത സംഭവം അമാവും ഹബാവും ഒക്കെയാണ്. അമാവും ഹബാവും ഒക്കെ തിരിയും. അള്ളാഹു ബഡ്കൂസുകൾക്ക് തിരിച്ചു കൊടുക്കൂല അത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അമാവ് തിരിയണോ? ഒരു വർഷം ചുരുങ്ങിയത് ഇടമുറിയാതെ മൗലിദുൽ ഹുസ്നൈനി ചൊല്ലിയോക്കി. മൗലിദുൽ ഹുസ്നൈനിനെ സ്നേഹിക്കുന്ന പഠിക്കുന്ന ആളുകളാണല്ലോ ഇത് കേൾക്കുന്നത്. നമ്മൾ ചൊല്ലിയോക്കി. അമാവ് തിരിഞ്ഞില്ലെങ്കിൽ പറയും, അമാവ് തിരിയും. വഹല്ലി റസൂലല്ലാഹ്, അല്ല നബിയേ, അള്ളാഹുവിന്റെ തിരുദൂതരെ എനിക്കുണ്ടാകുവോ? യാ അക്രമൽ വറാ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സമുന്നതരായ നബിയെ എനിക്കുണ്ടാകുമോ?
لذاتك بالفتح المبين أشاهد. ഉണർവിൽ വെച്ച് വലിയ ഡോസോടുകൂടെ അങ്ങയുടെ ശരീരത്തെ ദർശിക്കാനുള്ള കഴിവ് എനിക്കുണ്ടാകുമോ? ഞാനതിന് ഭാഗ്യം ലഭിച്ചവനാകുമോ നബിയെ? ആഗ്രഹമുണ്ട് എന്നാ പറയുന്നത്. ആഗ്രഹമുണ്ട് നമുക്ക് പറയാലോ, എനിക്കതുണ്ടാകുമോ? ഫയാ ഹയ്യു യാ ഖയ്യൂമു. അള്ളാഹിനോട് പറയാം. കുറേ റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ, ഇനി അള്ളാഹിനോട് പറയാം. ഫയാ ഹയ്യു യാ ഖയ്യൂമു ജുദ്ലി ബിബുഗ്യതി വഹയ്യ ലഹാ കുല്ലി ഫഖൽബി യസാജിദു. സുബ്ഹാനല്ലാഹ്. ഫയാ ഹയ്യു, എപ്പോഴും ജീവനുള്ള അല്ലാഹുവേ, ഹയ്യായ അല്ലാഹ്, ഒരിക്കലും മരണമില്ലാത്ത അല്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, പിന്നീട് ജീവിച്ചു. അല്ലാഹു അല്ലാത്തവർക്ക് മരണമുണ്ട്, എന്നാൽ അല്ലാഹു തആലാക്ക് മരണമില്ല. ഫയാ ഹയ്യു, എപ്പോഴും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവേ, യാ ഖയ്യൂം, ഖയ്യൂമായ അല്ലാഹ്, എല്ലാവരെയും നിയന്ത്രിക്കുന്ന അല്ലാഹ്. എപ്പോഴും ഹയ്യായവനെ ഖയ്യൂമാകാൻ കഴിയുള്ളൂ. ഖയ്യൂം അല്ലാഹു തആലയാണ്, എല്ലാവരെയും നോക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് മുഹമ്മദി അടക്കമുള്ള എല്ലാവരെയും നോക്കുന്നത് അല്ലാഹു ആണ്, അല്ലേ? അതിലെന്താ തർക്കം? നൂറ് മുഹമ്മദിയായ സൃഷ്ടിക്ക് ഉണ്മ കൊടുക്കുന്നത് അല്ലാഹു ആണ്. നൂറ് മുഹമ്മദിന്റെ വുജൂദാണ് ഇവിടെ ഉണ്മയിൽ വെച്ച്, സൃഷ്ടികളെ ഉണ്മയിൽ വെച്ച് ഏറ്റവും വലിയ വുജൂദ് എന്ന് പറയുന്നത് നൂറ് മുഹമ്മദിയുടെ ഉണ്മയാണ്. ഈ നൂറ് മുഹമ്മദിയുടെ ഉണ്മ എന്താ നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ നാം ഒരു കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നാല് നമ്മെ ആ കണ്ണാടിയിൽ ഇങ്ങനെ കാണും. ആ കണ്ണാടിന്ന് നമ്മൾ ഒന്നിന് മാറി നിന്നാലോ ആ കണ്ണാടിയിൽ നിന്നുള്ള കണ്ട കാഴ്ച അതില്ലാതാവും, അല്ലേ? കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം തന്നെ തോന്നിപ്പോവും ആ കണ്ണാടിയിൽ കാണുന്നത്. ഒരു വ്യത്യാസമല്ല. നമ്മൾ ആ കണ്ണാടിയിൽ നിന്ന് ഒന്നിന് മാറിയാൽ ഇപ്പൊ ഈ കണ്ണാടി കാണുന്ന ആ പ്രതിബിംബം അവിടെ ഇല്ല. ആ പ്രതിബിംബം ചീഞ്ഞ് മണക്കുവോ? അത് നശിച്ച് വാസന വരുമോ? ഇല്ല. എന്താ? അതൊരു നിഴലായിരുന്നു, അതിന് വുജൂദില്ല. ഇത്ര ഉള്ളൂ നൂറ് മുഹമ്മദിയുടെ വുജൂദ്. അപ്പൊ അല്ലാഹുവാണ് ഖയ്യൂം. നൂറ് മുഹമ്മദി അടക്കമുള്ള എല്ലാവരും നിയന്ത്രിക്കുന്നവന് അല്ലാഹുവാണ്. അങ്ങോട്ടൊരു വലിയും ഇല്ല, അങ്ങോട്ടൊരു ഗൗസും ഇല്ല, ഒരു ഖുത്ബുൽ-ആലമും ഇല്ല. യാ അയ്യു യാ ഖയ്യൂം, ഖയ്യൂമായ അല്ലാഹുവേ, ജുദ്ലി, എനിക്ക് നീ നൽകണേ, ബിബുഗ്യതി, ഞാൻ തേടുന്ന, എൻ്റെ ഹൃദയം തേടുന്ന ആ ആവശ്യം എനിക്ക് നീ ധർമ്മമായി ഔദാര്യമായി നൽകണേ. എനിക്ക് കുറെ ഒരുങ്ങണ്ടേ, ഒരുങ്ങാൻ നീ തന്നെ ഒരുക്കി തരണം. വഹയ്യ ലഹാ കുല്ലി, അതിനായി എൻ്റെ എല്ലാം നീ ഒരുക്കി തരണം. എൻ്റെ ആത്മാവിനെയും എൻ്റെ കൽബിനെയും എൻ്റെ അവയവങ്ങളെയും എല്ലാം നീ തന്നെ ഒരുക്കി തരണം. ഫഖൽബി യസാജിദു, അതിനായി എൻ്റെ ഹൃദയം, എൻ്റെ കൽബിതാ സുജൂദ് ചെയ്തിരിക്കുന്നു. കൽബ് കൊണ്ട് സുജൂദുണ്ട്. കൽബ് കൊണ്ട് സുജൂദുള്ളവനെ എന്തും നേടാൻ കഴിയുള്ളൂ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ കൽബോട് സുജൂദ് വേണം. കൽബ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ്, കൽബിൽ ഇങ്ങനെ ഒരു വിനയം, അള്ളാഹുവിനോടാ വിനയം. അള്ളാഹുവിനെ കാണുന്നു, അള്ളാഹു എപ്പോഴും എന്നെ കാണുന്നു എന്നുള്ളൊരു വിനയം. അത് ഗഫലാൻ ഉണ്ടാവില്ല, അശ്രദ്ധവാൻ ഉണ്ടാവില്ല, ഗാഫിലിനുണ്ടാവില്ല. കൽബോണ്ടുള്ള സുജൂദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ കുറെ സ്വപ്നം കാണുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യത്തിൽപ്പെട്ടതാണ് കൽബോണ്ടുള്ള സുജൂദ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മറ്റേത് കൽബോണ്ടുള്ള സുജൂദ് നാം മനഃപൂർവ്വം ഉണ്ടാക്കണം.
അങ്ങനെയെങ്കിലും കൽബോട് സുജൂദ് ചെയ്യും വേണം. അങ്ങനെ മേപ്പിട്ട് നോക്കി ഇങ്ങനെ നടക്കാൻ പാടില്ല. നടക്കുമ്പോൾ കീപ്പോട്ട് നോക്കി നടക്കണം. അതാ കൽബോണ്ടുള്ള സുജൂദ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് എല്ലായിടത്തും നോക്കിയിട്ട് അങ്ങനെയല്ല നടക്കേണ്ടി. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നതിൻ്റെ മര്യാദ കിതാബ് പറയുന്നുണ്ടല്ലോ. റസൂൽ അടുത്തും വലത്തും നോക്കൂല, മുന്നോട്ട് നോക്കിയിട്ടാ പിന്നേക്കും തിരിഞ്ഞു നോക്കൂല. എന്തോ ഒച്ചേട്ട തിരിഞ്ഞു നോക്കൂല എന്നല്ല ഈ പറയുന്നത്. ആവശ്യമില്ലാതെ പിന്നോട്ട് അങ്ങോട്ടും കൂടെ വെറുതെ ഗഫലാൻ അശ്രദ്ധവാന്റെ രീതിയാണ് അതൊക്കെ. അപ്പൊ കൽബ് സുജൂദ് ചെയ്യണം എന്നൊരു നിബന്ധന ഉണ്ട് ഇതിന്. ഉണർവിൽ കാണാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. കൽബ് സുജൂദ് ചെയ്യണം. നെറ്റ് സുജൂദ് ചെയ്താൽ പോരാ, കൽബ് സുജൂദ് ചെയ്യണം. കൽബിൻ്റെ സുജൂദിലും പല ഡോസുകളുണ്ട്, പല പരിപൂർണതകളും ഉണ്ട്. ഏറ്റവും പൂർണ്ണമായ രൂപത്തിലുള്ള കൽബിൻ്റെ സുജൂദിലേക്ക് എത്തുമ്പോഴാണ് മുത്തനബി വലിയ ഡോസിൽ സ്വപ്നം കാണലും ഉണർവിൽ കാണലും അള്ളാഹുവിനെ ദർശിക്കലൊക്കെ ഉണ്ടാവും. വഹബിലി ബിലുത്ഫിൻ മിൻക റബ്ബി വനാദിരി മുശാഹദത്തൽ ഫത്ഹില്ലതി ബഅദു മാജിദു. ഇത് ചോദിപ്പിക്കുന്നത് അല്ലാഹു തആല തന്നെയല്ലേ? ഇതെല്ലാം ചോദിക്കാനുണ്ട്. എല്ലാം ചോദിക്കാൻ തോന്നിപ്പിച്ചു തരുന്നതും അല്ലാഹുവാണ്. വഹബിലി റബ്ബേ എനിക്ക് നീ തരണേ, ഓശാരമായി തരണേ, ബിലുത്ഫിൻ മിൻക നിന്റെ മഹാകൃപ കൊണ്ട്, റബ്ബി എന്നെ നിയന്ത്രിക്കുന്ന എൻ്റെ നാഥ, വനാദിരി എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, നിന്റെ കൃപ കൊണ്ട് എനിക്ക് നീ ഓശാരമായി തരണം. മുശാഹദത്തുൽ ഫത്ഹി അല്ലതി ബഅദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണ ഡോസിൽ കണ്ടതിന് ശേഷമുള്ള ദിവ്യദർശനം, ആ ദിവ്യദർശനവും നീ തരണേ. മാജിദു പരമോന്നതനായ അല്ലാഹുവേ, ഫഅൻത ജമീലുൻ ലം യകുൽ ലക മുശ്ബിഹു അഫുവ്വുൻ ലക അല്ലാഹുമ്മ റബ്ബിൽ മഹമിദു. ഫഅൻത ജമീലുൻ റബ്ബേ നീ ഭംഗിയുള്ളവനാണ് അല്ലാഹ്, നീ നല്ലവനാണ്, നീ ഭംഗിയുള്ളവനാണ് എന്ന് പറഞ്ഞാല് നിന്റെ പ്രവർത്തനവും ഭംഗിയാണ്, നിന്റെ ദാത്ത് ഭംഗിയുള്ളതാണ്, നിന്റെ എല്ലാ സിഫാത്തുകളും നീയുമായി ബന്ധപ്പെട്ട എല്ലാതും ഭംഗിയുള്ളതാണ്. നീ എന്തെങ്കിലും ചോദിച്ചാൽ നീ തരും, അതന്നല്ലേ ഭംഗി. ഫഅൻത ജമീലുൻ നീ ഭംഗിയുള്ളവനാണ്. ലം യകുൽ ലക മുശ്ബിഹു നിനക്ക് തുല്യനായി ആരുമില്ല. ഒരു നബിയും ഒരു വലിയും ഒരു മലക്കും ഒരു സൃഷ്ടിയും നിനക്ക് തുല്യനായി ഇല്ല. അഫുവുൻ റബ്ബേ നീ മാപ്പ് ചെയ്യുന്നവനാണല്ലോ, അതുകൊണ്ട് നിന്റെ മാപ്പാണ് വലുത്. നീ മാപ്പ് ചെയ്താൽ എല്ലാ ദോഷങ്ങളും എല്ലാ പോരായ്മകളും പരിഹരിക്കപ്പെടും. ലക്കല്ലാഹുമ്മ അല്ലാഹുവേ നിനക്ക് മാത്രമാണ് റബ്ബി എൻ്റെ നാഥനായ അല്ലാഹുവേ അൽ മഹാമിദു സ്തുതി കീർത്തനങ്ങൾ, എല്ലാ സ്തുതി കീർത്തനങ്ങളും നിനക്ക് മാത്രമാണ്. നൂറ് മുഹമ്മദീനെ പടച്ചവൻ, അത് വലിയൊരു സ്തുതി കീർത്തന, അത് നിനക്കേ ഉള്ളു, വേറെ ആർക്കുള്ളത്. ലോകത്തെ പടച്ചവൻ, അങ്ങനെ അല്ലാഹു തആലാന്റെ ഏറ്റവും വലിയ സ്തുതിയാണ് ഈ പ്രപഞ്ചത്തെ എങ്ങനെ പടച്ചു വെച്ചു എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സ്തുതി, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കീർത്തി ഈ പ്രപഞ്ചത്തെ ഈ ഭംഗിയുള്ള രൂപത്തിൽ പടച്ചു വെച്ചു എന്നുള്ളത്. അതാണ് ഹദീസ് പറഞ്ഞത്, അന്തകമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെ കുറിച്ച് പുകഴ്ത്തിയത് പോലെയാണ് നീ. എവിടെ അള്ളാഹിനെ പുകഴ്ത്തിയത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോ പ്രപഞ്ചത്തിന്റെ ഓരോ ബിന്ദുവും പറയുന്നുണ്ട് എൻ്റെ സൃഷ്ടാവ് വലിയവനാണ്, എന്നെ സൃഷ്ടിച്ചത് റബ്ബാണ്, അള്ളാഹുവാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു വലിയ കാറ്
വെള്ളത്തിലൂടെയും വായുവിലൂടെയും റോട്ടിലൂടെയും ഒരുപോലെ ഓടാൻ പറ്റിയ നല്ല ഒരു കാറ് ഒരു കമ്പനി കണ്ടുപിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ആ കാറ് കാണുമ്പോൾ ആ കാറിൻ്റെ കമ്പനിയെ എല്ലാവരും സ്തുതിക്കും. ആ കാറ് കണ്ടുപിടിച്ച വ്യക്തിക്ക് വലിയ സ്ഥാനം എന്നതുപോലെ ആ കാർ ഇങ്ങനെ ആ കണ്ടുപിടിച്ച വ്യക്തിയെ സ്തുതിക്കുന്നത് പോലെ പ്രപഞ്ചത്തിലെ ഓരോ ബിന്ദുവും അതാർക്കും അവകാശപ്പെടാൻ കഴിയൂല. ഈ ഉറുമ്പിന് ഞാനാ പഠിച്ചത് എന്നാരും പറയൂല, അത് അള്ളാഹു അല്ല എന്നാരും പറയൂല. ഈച്ചയെ ഞാനാ പഠിച്ചത് എന്നാരും പറയൂല. ഒരു ഉണങ്ങിയ ഇല, ആ ഉണങ്ങിയ ഇല ഞാനാ പഠിച്ചത് എന്നാരും പറയൂല. ഒരു മണൽത്തരി അത് ഞാനാ ഉണ്ടാക്കിയത് എന്ന് സർവശക്തവാനായ അള്ളാഹു അല്ലാതെ ആരും അവകാശപ്പെടൂല. ആർക്കും കഴിയൂല ഒന്നും പഠിക്കാൻ, അള്ളാഹ് പഠിച്ചതല്ലാതെ. അതുകൊണ്ട് അവയൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടി ശക്തിയെ, സൃഷ്ടിപ്പിനെ സ്തുതിക്കുന്നുണ്ട്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.